പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരോടൊന്ന് തുറന്ന് സംസാരിക്കാൻ കഴിയാതെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരാണ് നമ്മിൽ പലരും. അതൊരു പക്ഷെ നമ്മുടെ മാതാപിതാക്കളോടാകാം, അതല്ലെങ്കിൽ നമുക്ക് കിട്ടിയ വേദികളിൽ അവസരങ്ങളിൽ വെച്ചിട്ടാകാം, നമ്മുടെ കൂട്ടുകാരന്മാരോടാവാം, മറ്റാരോടുമാകാം. അപ്പോൾ മനോഹരമായിട്ട് നമുക്ക് എങ്ങനെ സംസാരിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇനി പറയുന്ന ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കൂ. ഡെഫിനറ്റ്ലി നിങ്ങളുടെ സംസാരം മനോഹരമായിട്ട് തീരും. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിഗിൻ യുവർ സ്പീക്ക് വിത്ത് എ സ്മൈലി ഫേസ്. ചിരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഐ എം ഷുവർ ദാറ്റ് ഇഫ് യു പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്, ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക്. നിങ്ങളുടെ മുഖത്തിൽ ഒരു പുഞ്ചിരിയോട് കൂടി നിങ്ങൾ സംസാരം തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു വലിയൊരു ഓഡിയൻസിനോടാണ് നിങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതെങ്കിൽ അവരും അങ്ങ് അറിയാതെ ചിരിച്ചു പോകും എന്നുള്ളതാണ്. ഇതൊരു പ്രകൃതിയുടെ ഒരു നിയമമാണ്. നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നതെന്നല്ല, അയാൾ എത്ര വലിയ ദേഷ്യക്കാരനാണെങ്കിലും കാർക്കശ്യക്കാരനാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മുഖത്തുള്ള പുഞ്ചിരി ഉണ്ടല്ലോ, അയാളെ വാശിയെ നശിപ്പിക്കും എന്നുള്ളതാണ്. സോ ട്രൈ ദിസ് ടിപ്പ് ഇൻ യുവർ ടോക്ക്. മറ്റൊരു കാര്യം ഐ കോണ്ടാക്റ്റ് ആണ്. നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത് അയാളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് സംസാരിക്കുക. നമ്മൾ പലരും സംസാരിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒന്നുകിൽ താഴോട്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും ശ്രദ്ധ തിരിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാളുടെ മുഖത്തേക്ക് ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നന്നായിട്ട് മുഷിപ്പ് വരും നിങ്ങളോട് സംസാരിക്കാൻ. തീരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. പെട്ടെന്ന് ഈ ഒരു സംസാരം തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും അവരുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. എല്ലാവരും നിങ്ങളുടെ സംസാരം കേൾക്കാൻ നന്നായിട്ട് ഇഷ്ടപ്പെടും. മനോഹരമായിട്ട് സംസാരിക്കാൻ നമ്മൾ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണ് യൂസ് യുവർ ഓൺ ലാംഗ്വേജ്. നിങ്ങളാവുക എന്നുള്ളതാണ്. നമ്മൾ മറ്റൊരാളുടെ സംസാര ശൈലി ഇമിറ്റേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ മറ്റൊരാൾ സംസാരിക്കുന്നത് പോലെ നല്ല സാഹിത്യ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഓഡിയൻസിനെ പരിഗണിക്കാതെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിൽ തന്നെ ഇവനൊന്ന് മെയിനാകാൻ വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്, അതല്ലെങ്കിൽ എന്തൊക്കെയോ ഉള്ളിൽ വെച്ചിട്ട് സംസാരിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ സംസാരിക്കുന്ന ആളുടെ കണ്ണിലേക്ക് നോക്കി പുഞ്ചിരിച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം നിങ്ങളായിട്ട് നിങ്ങളുടെ ഭാഷയിൽ ചുരുക്കിയിട്ടൊന്ന് സംസാരിച്ചു നോക്കൂ. മറ്റുള്ളവൻ കേട്ടിരുന്നു പോകും. തീർച്ചയാണ് മനോഹരമായി നിങ്ങൾക്കും സംസാരിക്കാൻ കഴിയും.